തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന് പരാതി. കൊല്ലം പന്മന സ്വദേശി വേണുവാണ് മരിച്ചത്. കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി. ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അവന്റെ വോയിസ് റെക്കോർഡ്. മരണത്തിനു മുൻപ് ആശുപത്രിയിലെ ദുരവസ്ഥ സംബന്ധിച്ച് വേണു സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണിത്. ഇടപ്പള്ളിക്കോട്ട സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ വേണുവിനെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചത്. എന്നാൽ വേണ്ട ചികിത്സ തനിക്ക് ലഭിച്ചില്ല എന്ന് വേണു സുഹൃത്തിനയച്ച സന്ദേശത്തിൽ പറയുന്നു. വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന് എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് ബുധൻ. വേണുവിന്റെ ആരോഗ്യനില മോശമായെന്ന് ഡോക്ടർമാരെ അറിയിച്ചിട്ടും മരുന്നുകളോ കൃത്യമായ ചികിത്സയോ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. നമുക്ക് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി വന്നു ടാബ്ലറ്റ്സ് തന്നു. വീണ്ടും ചൊവ്വാഴ്ച വരുന്നു. അച്ഛൻ നാളെ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. വേണുണ്ട് അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യാമല്ലോ എന്നിരുന്നപ്പോഴത്തേക്ക് വൈകിട്ട് ലിസ്റ്റ് വന്നപ്പോൾ അതിനകത്ത് വേണുവിന്റെ പേരില്ല. അതേസമയം ആവശ്യമായ ചികിത്സകളും ഇഞ്ചക്ഷനും ഉൾപ്പെടെ നൽകിയെന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വിശദീകരണം. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. വേണുവിന്റെ മരണത്തിൽ ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ് അധികൃതർ ഒഴിയാതെ കുടുംബത്തിന്റെ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തുക തന്നെ വേണം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.